കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അക്രൂരൻ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന ആ ഭാഗമാണ്. കൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടു പോകുവാനായി അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി എന്താണ് നടക്കുന്നത്? വളരെ ഹൃദയഭേദകമായ കാര്യങ്ങളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് ഭഗവാന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. ഹരേ കൃഷ്ണ. അങ്ങനെ രാത്രിയിൽ അക്രൂരൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളതും കംസന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും അക്രൂരൻ കൃഷ്ണനോടും ബലരാമനോടും പറയുന്നു. മധുരയിലേക്ക് അക്രൂരൻ്റെ കൂടെ ചെല്ലാമെന്ന് കൃഷ്ണനും ബലരാമനും സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നേരം പുലർന്നു. നേരം പ്രഭാതത്തിനു മുമ്പ് തന്നെ തങ്ങളുടെ ആത്മാവിൻ്റെ ആത്മാവായ കൃഷ്ണനെയും രാമനെയും മധുരാപുരിക്ക് കൊണ്ടുപോകാനായി അക്രൂരൻ എന്ന ഒരു ക്രൂരൻ വന്നിരിക്കുന്നു എന്നുള്ള വിവരം സ്നേഹമയികളായ ഗോപവനിതകളുടെ ഇടയിൽ പരക്കുകയാണ്. തങ്ങളുടെ ഉള്ളിൽ നിന്നും ജീവൻ പറന്നു പോകാൻ പിടയ്ക്കുന്നത് പോലെയുള്ള ഒരു വേദനയാണ് അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായത്. ഓരോരുത്തരും കണ്ണുനീർ വാർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ ആനന്ദം പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കൃഷ്ണൻ എന്നേക്കുമായി മറയാൻ തുടങ്ങുകയാണോ എന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങി. ഞങ്ങളെ വെടിയും മുമ്പ് നീ ആ പ്രിയപ്പെട്ട ഓടക്കുഴലും ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ അത് നേരത്തെ കണ്ടിരുന്നുവോ കൃഷ്ണ? അതിനു വേണ്ടിയിട്ടാണോ നീ നിന്റെ ഓടക്കുഴൽ, നിന്റെ വേണുനാഥം തന്നെ നീ ഉപേക്ഷിച്ചത് എന്ന് ഗോപസ്ത്രീകൾ ചോദിക്കുകയാണ്. കാരണം രാസക്രീഡ കഴിഞ്ഞതിനു ശേഷം പിന്നീട് ഭഗവാൻ വേണുഗാനം ആലപിച്ചിട്ടില്ല. ആ ഓടക്കുഴൽ ആർക്കാണ് ഭഗവാൻ നൽകിയത്? തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപവനിതയായ തൻ്റെ കൂട്ടുകാരിക്ക്, തൻ്റെ ആത്മാവായ ഗോപവനിതയ്ക്ക്, തൻ്റെ കൂട്ടുകാരിക്ക്, പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് രാധാറാണിക്ക് ഭഗവാൻ തൻ്റെ ഓടക്കുഴൽ സമ്മാനിക്കുകയാണ്. ഭഗവാൻ എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നുവോ? അതുകൊണ്ടാണോ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന ഒരു സംശയം അപ്പോഴേക്കും അവരുടെ മനസ്സിലെല്ലാം ഉണ്ടായി. കാരണം ഇനി മധുരയിലേക്ക് പോവുകയാണ്, ഇനി കണ്ണൻ തിരിച്ചു വരില്ല എന്ന ഒരു തോന്നലാണ് അവർക്ക് ഉണ്ടായത്. അവർക്കത് സഹിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. അങ്ങനെ പ്രഭാതമായി. കൃഷ്ണനും രാമനും മധുരയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. യാത്രാസമയത്ത് യശോദ അവിടേക്ക് വരികയാണ്. കൃഷ്ണനെയും രാമനെയും ചുംബിച്ച് അനുഗ്രഹിച്ചു യശോദാറാണി. കുട്ടികളെ പ്രത്യേകം നോക്കിക്കൊള്ളണമെന്ന് അക്രൂരനോട് പറയുകയും ചെയ്തു. ആ അമ്മ അറിയുന്നില്ല തൻ്റെ മക്കൾ എന്നേക്കുമായി വൃന്ദാവനം വിട്ടുപോവുകയാണ് എന്ന ചിന്ത ആ അമ്മയ്ക്ക് ആ നിമിഷവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗോപസ്ത്രീകളുടെ മനസ്സിൽ ഇനി കൃഷ്ണൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായതാണ്. കൃഷ്ണൻ യാത്ര പറയാൻ തുടങ്ങുന്ന സമയത്ത് ഗോപസ്ത്രീകളും ഗോപാലന്മാരും എല്ലാവരും അവിടെ നിറകണ്ണുകളോടുകൂടി ഉണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണൻ അവരോടാരോടും യാത്ര പറഞ്ഞില്ല. ആരെയും ഒന്ന് കണ്ട ഭാവം പോലും കൃഷ്ണൻ വെച്ചതുമില്ല. ആരെയും കാണാത്തതുപോലെ കൃഷ്ണൻ ആ രഥത്തിൽ, കംസന്റെ രഥത്തിൽ കയറിയിരിക്കുകയാണ്. നമ്മയെല്ലാം വിട്ടു പിരിഞ്ഞു പോകുന്നതിന് കൃഷ്ണന് യാതൊരു വിഷമവുമില്ലല്ലോ എന്ന് അവർ പരസ്പരം പറയുന്നു. ഒരു വാക്കുപോലും മിണ്ടുന്നില്ലല്ലോ, സ്നേഹത്തോടു കൂടി ഒരു യാത്ര പറയുന്നില്ലല്ലോ, ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെയായി അവരുടെ ചിന്ത. പക്ഷേ കൃഷ്ണൻ ഉള്ളിൽ കരയുകയായിരുന്നു. കാരണം ഭഗവാൻ അറിയാം ഇനി വൃന്ദാവനത്തിലേക്കൊരു മടക്കയാത്ര ഇല്ല എന്ന്. അങ്ങനെ കണ്ണൻ്റെ തേർചക്രങ്ങൾ ഉരുണ്ടുരുണ്ടകലുന്നത് കണ്ണെത്തുന്നത് വരെ നോക്കി നിന്നു ആ ഗോപസ്ത്രീകൾ.
എന്നിട്ട് ജീവനില്ലാത്ത ശവശരീരങ്ങളെപ്പോലെ അവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. രഥം വനപ്രദേശം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം കാളിന്തി നദിയുടെ തീരത്ത് എത്തി. രഥം നിർത്തി. രാമകൃഷ്ണന്മാർ നദിയിലിറങ്ങി ദേഹശുദ്ധി വരുത്തി ജലം പാനം ചെയ്ത് തിരിച്ച് തേരിൽ വന്നിരുന്നു. ഒരു പക്ഷേ കാളിന്തിയോട് യാത്ര പറയുകയായിരുന്നിരിക്കാം. ആ സമയം രഥം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തിയിട്ട് അക്രൂരനും ശരീരശുദ്ധി വരുത്തി. അങ്ങനെ അക്രൂരൻ ശരീരശുദ്ധി വരുത്താനായി കാളിന്തി നദിയിലേക്ക് മുങ്ങിയപ്പോൾ ആ കാളിന്തി നദിയുടെ അന്തർഭാഗത്ത് രാമകൃഷ്ണന്മാർ നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. എന്താണ് താൻ കാണുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ജലത്തിൽ നിന്നും പൊങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ രഥത്തിലിരിക്കുന്നു രാമനും കൃഷ്ണനും. പിന്നീട് വീണ്ടും ജലത്തിലേക്ക് മുങ്ങിയപ്പോൾ കൃഷ്ണൻ മാത്രമായി ജലത്തിൽ നിൽക്കുന്നു. നിമിഷ നേരം കൊണ്ട് ആ ഒരു ദൃശ്യം മായുകയും ചെയ്തു. ആ സ്ഥാനത്ത് വിരാട് പുരുഷനായ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ വിശ്വരൂപമാണ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടത്. 1000 ഭണങ്ങളുള്ള അനന്തൻ്റെ മേൽ പള്ളിക്കൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് പിന്നീട് കാണാനായിട്ട് സാധിച്ചത്. ബ്രഹ്മാവും മഹേശ്വരനും മഹാവിഷ്ണുവിൽ വിലയം പ്രാപിക്കുന്നതായും പിന്നീട് 3 പിരിയുന്നതും ലക്ഷ്മിയും ഭൂമിദേവിയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇരിക്കുന്നതായും ശംഖുചക്ര ഗദാപത്മങ്ങളും രത്നകിരീടാദി ദിവ്യ ആഭരണങ്ങളും അണിഞ്ഞ അതീവ സൗന്ദര്യം കലർന്ന ആ കമനീയമായ ശരീരത്തെ, ആ തിരുശരീരത്തെ സനകാദികൾ വന്ന് വണങ്ങുന്നതും എല്ലാം കണ്ട് ഭക്തി വിവശനായി അക്രൂരൻ കണ്ണടച്ചു തുറന്നപ്പോൾ ആ സ്ഥാനത്ത് വീണ്ടും രാമകൃഷ്ണന്മാർ നിൽക്കുന്നു. ഇതെല്ലാം കാളിന്തി നദിയുടെ അടിഭാഗത്ത് വെച്ച് അക്രൂരൻ കാണുകയാണ്. അക്രൂരൻ മുങ്ങി നിവർന്നെഴുന്നേറ്റ് സാവധാനം കരയ്ക്കു കയറുന്നു. അതിനുശേഷം അദ്ദേഹം ആ തേരിലേക്ക് നോക്കുമ്പോൾ നർമ്മസല്ലാപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാമനെയും കൃഷ്ണനെയുമാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് ഭക്തി കൊണ്ട് രോമാഞ്ചമുണ്ടായി. രഥത്തിൻ്റെ അടുക്കലേക്ക് നടന്നു വരുന്ന അക്രൂരനെ കണ്ട് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ ചോദിക്കുകയാണ്, അല്ലയോ അക്രൂര, തണുപ്പുള്ള വെള്ളത്തിൽ കുളിച്ചിട്ട് അങ്ങ് എന്താണ് ഇങ്ങനെ വിയർക്കുന്നത്? അതിനിടയിൽ കോൾമയിർ കൊള്ളുകയും ചെയ്യുന്നു. എന്താണ് അതിൻ്റെ കാരണം? വിയർപ്പും തണുപ്പും ഒരേ സമയത്ത് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് കൃഷ്ണൻ ഒന്നും അറിയാത്തവനെ പോലെ അക്രൂരനോട് ചോദിക്കുന്നു. ആ ഭക്തൻ കൈകൾ കൂപ്പിക്കൊണ്ട് ഉണർത്തിക്കുകയാണ്, അവിടുത്തെ ലീലാവിലാസങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ കണ്ട് ഞാൻ പരിഭ്രമിച്ചു പോയി. അതിൻ്റെ വിഷമങ്ങളാണ് ഈ ശരീരത്തിൽ കാണുന്നത്. അത് കേട്ട് ജ്യേഷ്ഠനും അനുജനും പരസ്പരം ഒന്ന് നോക്കി മന്ദഹസിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ രഥം മധുരയുടെ പുറം ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അക്രൂരൻ്റെ തേര് കാളിന്തി തീരത്ത് കുറേ നേരം താമസിച്ചു പോയതുകൊണ്ട് ഗോപന്മാരുടെ വണ്ടി നേരത്തെ എത്തിക്കഴിഞ്ഞു. എല്ലാവരും പുറപ്പെട്ടിരുന്നു ഈ മഹോത്സവത്തിന്, ഈ യാഗത്തിന് പങ്കെടുക്കുന്നതിനായിട്ട്. പക്ഷേ എല്ലാവരും ഒന്നിച്ചാണ് പുറപ്പെട്ടത്. എങ്കിലും കുറേ സമയം കൃഷ്ണൻ്റെ രഥം കാളിന്തി നദിയുടെ തീരത്ത് നിർത്തിയിട്ടതുകൊണ്ട് താമസിച്ചു പോയി. എല്ലാവരെയും കംസൻ ക്ഷണിച്ചിരുന്നല്ലോ, സംശയം തോന്നാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ധാരാളം കാഴ്ചദ്രവ്യങ്ങളുമായിട്ടാണ് നന്ദഗോപരും മറ്റു ഗോപന്മാരും എല്ലാവരും മധുരയിലേക്ക് എത്തിച്ചേർന്നത്. കൃഷ്ണൻ നന്ദഗോപരുടെ അടുക്കലേക്ക് പോകുന്നു, പിതാവിനെ വന്ദിക്കുന്നു. അതിനുശേഷം അക്രൂരനോട് പറയുകയാണ്, മാതുല,
വേഗം തന്നെ പോയി ഞങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള വിവരം കംസനോട് പറയുക. ഇങ്ങനെ കൃഷ്ണൻ അക്രൂരനോട് പറയുകയാണ്. അക്രൂരൻ അപ്പോൾ പറയുകയാണ്, ഭഗവാനെ കൃഷ്ണ, ഇന്നത്തെ രാത്രി എൻ്റെ ഗൃഹത്തിൽ താമസിക്കുവാൻ അങ്ങേക്ക് ദയവുണ്ടാകണം. അങ്ങനെ എൻ്റെ ഗൃഹം കൂടി ഒന്ന് ശുദ്ധമായി തീരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, വേണ്ട, ഉച്ച തിരിഞ്ഞതേ ഉള്ളൂ. കംസൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ സ്ഥിതിക്ക് കംസനെ കാണാതെ മറ്റൊരു ഗൃഹത്തിലേക്ക് പോകുന്നത് ശരിയല്ല. അതുമൂലം അങ്ങയെക്കുറിച്ച് ചിലപ്പോൾ കംസന് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും ഇടയുണ്ട് എന്ന് പറയുകയാണ്. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞത് ശരിയാണ് എന്ന് അക്രൂരന് തോന്നുകയും കംസന്റെ അടുക്കൽ ചെന്നിട്ട് ചെന്താമരാക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ള വിവരം പറയുകയും ചെയ്തു. അതിനുശേഷം അക്രൂരൻ സ്വന്തം വസതിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇവിടെ തൻ്റെ ശത്രുക്കൾ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കംസൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരും ആ അധ്യായത്തിനായി ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി കാത്തിരിക്കണം. മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് എല്ലാ ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഭഗവാന്റെ കൂടെ അങ്ങ് സഞ്ചരിക്കണം. ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളത് തന്നെ എത്രയോ ഭാഗ്യം, എത്രയോ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുക. കാരണം ഈ ലോകത്തിൽ ധാരാളം ആളുകളുണ്ട്. അവരിൽ വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഭാഗ്യമൊക്കെ ലഭിക്കുകയുള്ളൂ. വൈശാഖമാസം തുടങ്ങിയപ്പോൾ മുതൽ മാധവത്തിൻ്റെ കൂടെ ഇരുന്നവർ ഭഗവാന്റെ തിരു അവതാരം മുതൽ ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. ഈ അധ്യായം കേട്ടതിനു ശേഷം ഒരു നിമിഷം കണ്ണടച്ച് രാധാറാണിയുടെ, യശോദാറാണിയുടെ, ഗോപസ്ത്രീകളുടെ, ഗോപകുമാരന്മാരുടെ എല്ലാം ആ ഒരു ഹൃദയവേദന, ഗോപസ്ത്രീകളുടെ മുഖത്തേക്ക് കൃഷ്ണനൊന്നും നോക്കിയതുപോലുമില്ല, യാത്ര പറഞ്ഞില്ല. ആ സമയത്ത് അവർക്കുണ്ടായ വേദന, കൃഷ്ണൻ്റെ ഉള്ളിലുണ്ടായ വേദന, ആ വേദനയോട് കൂടി നാമം ജപിച്ച് ഇന്നെല്ലാവരും കിടന്നുറങ്ങിക്കൊള്ളുക. നിങ്ങൾ ഈ കഥ എപ്പോഴാണോ കേൾക്കുന്നത് ആ സമയം കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും രാധാറാണിയുടെയും ഒക്കെ മനസ്സിലുണ്ടായ ആ വിരഹവേദന, ആ വേദന നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് ഭഗവാന്റെ കൂടെ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും കണ്ണടച്ച് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചു കൊള്ളുക. എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രയും തവണ ജപിക്കുക. ഭഗവാന്റെ വിഗ്രഹമോ അതല്ല ഫോട്ടോയോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ആ തിരുമുഖത്തേക്ക് നോക്കി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ചു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള പ്രേമം, സ്നേഹം അത് ഓരോ ദിവസവും ഓരോ മിനിറ്റും വർദ്ധിച്ചു വർദ്ധിച്ചു വരേണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. മാധവത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാകണം. നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം. അതും ഭക്തി തന്നെയാണ്. എല്ലാവർക്കും ഇന്നത്തെ കഥാഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഗോപസ്ത്രീകളുടെ ഹൃദയവേദനയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വേദനയും അതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഗോപസ്ത്രീകളുടെ ഹൃദയവേദനയേക്കാൾ വലിയ വേദനയാണ് ഭഗവാന്റെ ഹൃദയത്തിലുണ്ടായത്. അതുകൊണ്ടാണ് ഭഗവാൻ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി യാത്ര പോലും പറയാതിരുന്നത്. ആ വേദന നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ പുണ്യജന്മങ്ങളായി നമ്മളെന്ന് കരുതുക. അങ്ങനെ ഓരോരുത്തരും പുണ്യജന്മങ്ങളായി മാറട്ടെ. ഹരേ കൃഷ്ണ.